ഏജന്റ് ന്യൂസ് ഇപ്പോൾ വന്നെത്തിയിരിക്കുന്നത് കൂട്ടുപുഴ എക്സൈസ് ചെക്ക് പോസ്റ്റിലാണ്. ദിനംപ്രതി എക്സൈസിൻ്റെ വാഹന പരിശോധന ശക്തമായി നടക്കുന്നുണ്ട്. യുവാക്കളാണ് ഏറ്റവും കൂടുതൽ മാരകമായിട്ടുള്ള MDMA ഉൾപ്പെടെയുള്ള മാരകമായിട്ടുള്ള ലഹരി വസ്തുക്കളുമായി പിടിയിലാകുന്നത്. ഇന്ന് പിടിയിലായിട്ടുള്ളത് തളിപ്പറമ്പ് സ്വദേശികളാണ് പിടിയിലായിട്ടുള്ളത്. അപ്പോൾ ഏകദേശം 10 വർഷം വരെ കഠിന തടവ് കിട്ടാൻ പറ്റുന്ന രീതിയിലുള്ള മയക്കുമരുന്ന് 9 ഗ്രാമിന് മുകളിലുള്ള മയക്കുമരുന്നായിട്ടാണ് അവരിപ്പോൾ പിടിയിലായിട്ടുള്ളത്. ഇന്ന് രാവിലെ പതിവ് വാഹന പരിശോധന നടത്തിയവരെ കർണാടക ബസ്സിൽ നിന്നാണ് 2 പേരെ പിടികൂടിയിട്ടുള്ളത്. ഏകദേശം 20 വയസ്സ് പ്രായമുള്ള അൽത്താഫ്, ഷമ്മാസ് എന്നീ പേരിലുള്ള 2 പേരെയാണ് പിടികൂടിയിട്ടുള്ളത്. ഇവർ മൈസൂരിൽ നിന്ന് തലശ്ശേരിയിലേക്കുള്ള കർണാടക ബസ്സിലായിരുന്നു യാത്ര ചെയ്തിരുന്നത്. തളിപ്പറമ്പ് ഭാഗത്തുള്ള 2 പേരാണ്. ഇവർ ബാംഗ്ലൂരിൽ നിന്ന് പേരറിയാത്ത ഹിന്ദിക്കാരിൽ നിന്നാണ് ഇത് വാങ്ങിയിട്ടുള്ളത്. തളിപ്പറമ്പ് ഭാഗത്ത് വിൽപ്പനക്കായി കൊണ്ടുപോകുമ്പോഴാണ് ബസ്സിൽ നിന്ന് ഇവരെ പിടികൂടുന്നത്. ഉദ്ദേശം 9 ഗ്രാമിലധികം മെത്താംഫെറ്റമിനാണ് പിടികൂടിയിട്ടുള്ളത്. മെത്താംഫെറ്റമിൻ 2 ഗ്രാമിലധികം കൈവശം വെക്കുന്നത് തന്നെ ജാമ്യമില്ലാത്ത കുറ്റമാണ്. ഒരാൾ വിദ്യാർത്ഥിയാണ്, ഒരാൾ ജോലി ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇൻസ്പെക്ടറാണ് ഇത്രയും നേരം നമ്മോട് സംസാരിച്ചത്. 21 വയസ്സുള്ള 2 യുവാക്കളാണ് ഇപ്പോൾ ഇവിടെ ഈ കൂട്ടുപുഴയിൽ എക്സൈസ് പരിശോധനയിൽ ഇപ്പോൾ പിടിയിലായിട്ടുള്ളത്. അത് 9 ഗ്രാം MDMA ആണ് ഇവരുടെ അടുത്ത് നിന്ന് പിടിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവരുടെ പേര് എന്തായിരുന്നു സാർ? ഇവരുടെ ഷമ്മാസ്, അൽത്താഫ് 2 പേരാണ്. തളിപ്പറമ്പ് ചപ്പാരപ്പുറ സ്വദേശികളാണ്. അപ്പോൾ ഇതിന് ഇപ്പം ഈ പരിശോധനയിൽ നേതൃത്വം കൊടുത്തായിരിക്കും എക്സൈസ് ഇൻസ്പെക്ടർ മുഹമ്മദ് ഷഫീഖ് സാറാണ്. സാർ ഒരുപാട് എക്സൈസ് കമ്മീഷണർ സ്ക്വാഡ് അംഗങ്ങളാണ്. സ്റ്റേറ്റ് എക്സൈസിൻ്റെ സ്ക്വാഡിലെ ഇൻസ്പെക്ടറാണ് ഷഫീഖ് സാറ്. പിന്നെ അതുപോലെ തന്നെ അസിസ്റ്റൻറ്റ് എക്സൈസ് ഇൻസ്പെക്ടർ നിസാർ, പിന്നെ അഷ്റഫ്, പിന്നെ രത്നാകരൻ, പ്രദീപൻ, രത്നാകരൻ, പിന്നെ മജീദ്, കലേഷ്, ഹരീഷ് ഇത്ര ഡ്രൈവർ ജുനീഷ് ഇത്രയാണ് പാർട്ടിയിലുണ്ടായത്. അതിന് സാധാരണ ഉള്ള വാഹന പരിശോധന. ഇപ്പോൾ യുവാക്കളാണല്ലോ ഇപ്പം യുവാക്കളാണ് കൂടുതലായിട്ട്. ഇങ്ങനെ യുവാക്കളാണ് ഉള്ളത്. 20-നും 25 വയസ്സിലുള്ളതാണ് കൂടുതൽ ഇപ്പം ഉപയോഗിച്ച് കാണുന്നത്. 30 വയസ്സ് വരെയുള്ള യുവാക്കൾ. ഏകദേശം എത്ര വർഷം വരെ ശിക്ഷ കിട്ടുന്നത്? പിന്നെ 10 വർഷം വരെ ശിക്ഷ കിട്ടുന്ന കേസാണ്. 9 ഗ്രാം നോക്കില്ല. മിനിമം 2 ഗ്രാം മെത്താംഫെറ്റമിൻ കൈവശാൽ ജാമ്യം കിട്ടുമെങ്കിലും 2 ഗ്രാമിന് മുകളിൽ 10 വർഷം വരെ കിട്ടും. 10 വർഷം വരെ കിട്ടും. കേരള കർണാടക അതിർത്തി പങ്കിടുന്ന കൂട്ടുപുഴ എക്സൈസ് ചെക്ക് പോസ്റ്റിൽ ദിനംപ്രതി എക്സൈസിൻ്റെ വാഹന പരിശോധന ശക്തമായി നടക്കുന്നുണ്ട്. യുവാക്കളാണ് ഏറ്റവും കൂടുതൽ മാരകമായിട്ടുള്ള MDMA ഉൾപ്പെടെയുള്ള മാരകമായിട്ടുള്ള ലഹരി വസ്തുക്കളുമായി പിടിയിലാകുന്നത്. ഇന്ന് പിടിയിലായിട്ടുള്ളത് തളിപ്പറമ്പ് സ്വദേശികളാണ് പിടിയിലായിട്ടുള്ളത്. അപ്പോൾ ഏകദേശം 10 വർഷം വരെ കഠിന തടവ് കിട്ടാൻ പറ്റുന്ന രീതിയിലുള്ള മയക്കുമരുന്ന് 9 ഗ്രാമിന് മുകളിലുള്ള മയക്കുമരുന്നായിട്ടാണ് അവരിപ്പോൾ പിടിയിലായിട്ടുള്ളത്. അപ്പോൾ ഇവരെ ബാക്കിയുള്ള തുടർ നടപടികളുമായിട്ട് എക്സൈസ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ക്യാമറമാൻ ഷിജോ അബ്രഹാമിനൊപ്പം കൂട്ടുപുഴയിൽ നിന്നും ശ്രീവേഷ്കർ, ഏജന്റ് ന്യൂസ്.